പടനിലത്തിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണിത് എന്ന് നമുക്കറിയാം. ഡോക്ടർ പ്രശസ്തനായ ഒരു സർജൻ എന്നതിനോടൊപ്പം സർഗശേഷിയുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ്. തൻ്റെ ജീവിത ദർശനം, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ എഴുത്തിലൂടെ പ്രകടിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു വലിയ കഴിവുണ്ട്. ഡോക്ടർ പലപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടറിൻ്റേത്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അങ്ങയുടെ ഈ എഴുത്താണ്, പുസ്തകങ്ങൾ, അതിൻ്റെ പ്രകാശനമൊക്കെ. നമുക്കറിയാം ഒരു സർജന് ജീവിതം എത്രമാത്രം തിരക്കുള്ളതാണ് എന്ന് നമുക്കറിയാം. അതിനിടയിൽ ഈ എഴുത്തിന് അങ്ങ് സമയം കണ്ടെത്തുന്നത് എങ്ങനെ? എന്താണ് ഇങ്ങനെ എഴുതാനുള്ള ഒരു പ്രേരക ശക്തി? ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ MT വാസുദേവൻ നായരുടെ ആ ഒരു എഴുത്ത് ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടുണ്ട്. ചില കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്ന് എഴുതുക, ഞങ്ങളെക്കുറിച്ച് എഴുതുക അങ്ങനെ അങ്ങ് നിർബന്ധിക്കും. അങ്ങനെ ആ ഒരു സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ നിമിഷത്തിലാണ് ഞാൻ എഴുതാൻ വേണ്ടി തൂലിക കയ്യിലെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ ഏറെ അർത്ഥവത്തായ 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പുസ്തകം അമേരിക്കയിൽ വെച്ച് തന്നെയായിരുന്നു അതിൻ്റെ പ്രകാശനമൊക്കെ എന്ന് ഞങ്ങൾക്കറിയാം. എങ്ങനെയായിരുന്നു ഈ എഴുത്ത്, ആദ്യത്തെ എഴുത്ത് അനുഭവം ഒന്ന് പങ്കുവയ്ക്കുമോ? അത് വളരെ രസകരമായ ഒരു സംഗതിയാണ്. ഞാനൊരു എഴുത്തുകാരനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നതോ പ്ലാൻ ചെയ്തിരുന്നതോ അല്ല. എനിക്ക് ഭാഷ പഠിക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. മലയാളവും ഇംഗ്ലീഷും പഠിക്കുന്നതിലും എനിക്ക് ഒരുമാതിരി നന്നായിട്ട് എഴുതാൻ അറിയാമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഒരു നോവലോ ഒരു പുസ്തകമോ ഒന്നും എഴുതണമെന്നുള്ള ചിന്തയിലല്ലായിരുന്നു ഇരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആബേലച്ചൻ എനിക്ക് ബൈബിള് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വായിച്ചതിനകത്ത് ഒരു വാചകം എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. അതായത് നീ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യുമെന്നൊരു വാചകം അതിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഈ സത്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പല അച്ഛന്മാരോട് ചോദിച്ചു. അപ്പം പീലാത്തോസ് ചോദിച്ചപ്പോൾ ഈശോ ആ ഉത്തരം അവോയ്ഡ് ചെയ്തതല്ലാതെ നേരെയൊന്നും പറഞ്ഞില്ല. എന്നതാ സത്യം എന്നുള്ളതിനെക്കുറിച്ച്. ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്. സത്യം അന്വേഷിക്കുന്നവർ എൻ്റെ വചനം കേൾക്കുമെന്നല്ലാതെ കണ്ട് എന്താ സത്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സത്യം എന്നുള്ളത് ഇതൊരു ചുമ്മാ വെറുതെ മനുഷ്യരെ കളിയാക്കാൻ അങ്ങേര് പറഞ്ഞതാണോ, ഇതിനകത്ത് വല്ല സത്യം ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പല അച്ഛന്മാരോട് ചോദിച്ചപ്പോഴത്തേക്കോ സത്യമെന്ന് പറയുന്ന വചനമാണ്, വചനമെന്ന് പറയുന്നത് ദൈവമാണ്, അങ്ങനെ അതും ഇതുമെല്ലാം പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് എന്തോ എനിക്കൊരു വലിയ നിർബന്ധം ഉണ്ടായിരുന്ന പോലെ തോന്നി. അതുകൊണ്ട് അറിയാൻ വേണ്ടിയുള്ള ഒരു യാത്ര തന്നെയാണ് അതിനകത്ത്. അപ്പം എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ, സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളും ക്രെഡിബിളുമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു ആരംഭം മുതലേ. പക്ഷേ അവർ ഈ സഭയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പലതും അതിനെതിരായിട്ടുള്ളതായിരുന്നു. അതിനകത്ത് എനിക്ക് വളരെയധികം വിഷമവും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ശരി, അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ പ്രായമായി കഴിഞ്ഞാൽ ഒരു ആൺപിള്ളേരും പെൺപിള്ളേരും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഉടനെ പോയി കുമ്പസാരിച്ചോണം എന്നുള്ളതാണ്. അവിടെ അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്ക് പള്ളിയിൽ ഈ കപ്പിൾ വന്ന് കെട്ടിപ്പിടിച്ചിരുന്ന കുർബാന കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചേടാ, ഇതെന്നാ ദൈവമായത്, ഇതിനകത്തുള്ള അർത്ഥം എന്നതായത്, അവിടുത്തെ ദൈവം ഇവിടുത്തെ ദൈവം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതെല്ലാം മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങൾ ദൈവത്തിൻ്റേതാണെന്നും പറഞ്ഞ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതാണെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അങ്ങപ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ ഇതേക്കുറിച്ചൊന്ന് പഠിക്കണമെന്ന് തോന്നി. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. വാസ്തവത്തിൽ സർജറി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിലും അതുപോലെ തന്നെ ഈക്വൽ ടൈം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതേക്കുറിച്ച് റിസർച്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഒരുപാട് നല്ല സൈക്കോളജിസ്റ്റിൻ്റെയും ഫിലോസഫേഴ്സിൻ്റെയും അവരുടെയും ഭഗവത്ഗീതയും ഖുറാനും എല്ലാം നല്ലതുപോലെ വായിച്ചു കഴിഞ്ഞ് എന്നിട്ടും ഇത് സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു 10-25 വർഷം കഴിഞ്ഞ് ആകപ്പാടെ നിരാശപ്പെട്ടോ ഇത് ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് കരുതി ഞാനങ്ങ് ഗിവപ്പ് ചെയ്ത് ഇരുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. ചിന്മയാനന്ദ സ്വാമികൾ അമേരിക്കയിൽ ഒരാഴ്ചത്തെ ഒരു ഇതിന് വരുന്നുണ്ട്, ശില്പശാലയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് പോയി കളയാം, ഞാൻ അതിനൊന്ന് സംബന്ധിക്കണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം 1958 പുത്തരിക്കണ്ടം മൈതാനത്ത് ഞാൻ പരീക്ഷയുടെ തലേദിവസം പോലും അത്ര വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാമെന്നും കരുതി ഞാൻ ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്തിരുന്നിടത്തു നിന്നൊരു ഒരാഴ്ചത്തെ അവധിയെടുത്ത് ഒരു 500 മരുന്ന് ഏകദേശം 900 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് പോയി. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ക്രിസ്ത്യാനിയായിട്ട്. അവിടെ വന്നിരുന്നെല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് ഹിന്ദുസ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഈ ശില്പശാലയിലൊക്കെ സംബന്ധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ക്രിസ്തു ഭഗവത്ഗീതയിൽ അർജുനനോട്
ശ്രീകൃഷ്ണൻ പറയുന്നത് ഗുഹയിൽ പോയി ഒരു സന്യാസിയായി ജീവിക്കാനുള്ള സ്വന്തം ഉത്തരവാദിത്വം ഒരു കർമ്മം ചെയ്യുക, അത് നല്ല ഒരു എൻലൈറ്റൻഡ് വേണം. അതിൻ്റെ മലയാളം എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. ബോധോദയമുള്ള ഒരു കർമ്മശാലിയായിട്ട് നഗരമധ്യത്തിൽ ജീവിക്കുക, അതാണ് ഇത് അർജുനനോട് പറഞ്ഞത്. അങ്ങനെ ജീവിച്ച ഒരൊറ്റ വ്യക്തിയെ മാത്രമേ എനിക്കറിയാവുള്ളൂ, അത് ജീസസ് ക്രൈസ്റ്റാണ് എന്നാണ് ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നത്. എന്നിട്ട് അങ്ങനെ ബൈബിളിലുള്ള കാര്യങ്ങളും അദ്വൈതവും മദ്വൈതവും എല്ലാം ഒരുപാട് സംസാരിച്ച് ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പെട്ടെന്ന് എന്തോ എനിക്ക് തോന്നി, അപ്പം ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ എന്നാ നോയമ്പും പ്രാർത്ഥനയും അതും ഇതൊന്നും അല്ല. അത് കഴിഞ്ഞ് വായിച്ചപ്പോഴത്തേക്ക് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നതൊക്കെ യേശു പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തോന്നി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പിന്നെയും ഇതേക്കുറിച്ച് ഇങ്ങനെ മെഡിറ്റേഷൻ ആരംഭിച്ചു. ഈ ചിന്മയാനന്ദ സ്വാമികളുടെ ഇതിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും ആരംഭത്തിൽ എല്ലാ ദിവസവും രാവിലെ 5:30 എല്ലാവരും എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യും. 1 മണിക്കൂർ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ആണ് ഈ ക്ലാസ്സസൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതേക്കുറിച്ച് കൂടുതൽ ഇതൊരു അവബോധം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എന്തോ ഒരു അശരീരി പോലെ, നിനക്ക് ഈ സത്യം അറിയാനുള്ള അവകാശം എന്നാണെന്ന് എന്നോട് ചോദിച്ചു. എന്തോ ഒരു ശബ്ദം ഏതാണ്ട് എനിക്കറിയാൻ വയ്യ. ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ നിൻ്റെ മകനായതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു. സത്യം എന്താണെന്ന് ഉടനെ എന്നോട് പറഞ്ഞു, നീ ശരിയായ ഉത്തരം പറഞ്ഞു, ക്രമേണ നിനക്കത് മനസ്സിലായിക്കോളൂ എന്നിങ്ങനെ അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് ഞാൻ ഇത് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ചുമ്മാ വെറുതെ എനിക്ക് തോന്നലായിരിക്കും, എനിക്ക് പാട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു ശനിയാഴ്ച രാവിലെ, അന്ന് എനിക്ക് ക്ലിനിക്കുള്ള ദിവസമല്ലായിരുന്നു, രാവിലെ ഒരാൾ വന്ന് എൻ്റെ ഫ്രണ്ട് ഡോറിൽ മുട്ടി. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ പശ്ചാത്തലമായി പറയുന്ന ഡോക്ടറെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം അവിടുത്തെ ഒരു വലിയ ഫാക്ടറിയുടെ ഉടമസ്ഥനാണ്, 10-600 ജോലിക്കാരുള്ള ഒരു വലിയ ഫാക്ടറിയുടെ ഉടമസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാനിങ്ങനെ അറിയാം എന്നുള്ളതല്ല, ഞങ്ങൾക്ക് തമ്മിൽ അറിയാം എന്നുള്ളത്. ഏതായാലും അദ്ദേഹം ഒരു വലിയൊരു പുസ്തകം, ഒരു 700 പേജോളമുള്ള ഒരു പുസ്തകം എൻ്റെ കൈ കൊണ്ട് തന്നേച്ച് പറഞ്ഞു, ഇത് പ്രയോജനപ്പെടും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചതിന് എത്ര രൂപയായി, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. ഇല്ലില്ല, എൻ്റെ ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നിട്ട് അങ്ങനെ നടന്നങ്ങ് പോവുക. അദ്ദേഹത്തെ തിരിച്ച് വിളിച്ചിട്ട് പുള്ളി നിൽക്കത്തില്ല, അങ്ങ് പോയി. ഈ പുസ്തകം തന്നിട്ട് അങ്ങ് പോയി. ഞാൻ ആ പുസ്തകം വായിച്ചൊരു ഒക്ടോബർ മാസത്തിലായിരുന്നു ഇത് 94 ഒക്ടോബറിലായിരുന്നു ഈ പുസ്തകം എൻ്റെ കൈക്കൊണ്ട് തരുന്നത്. ഞാനിത് വായിച്ച് ആദ്യത്തെ ഒരു 4 അധ്യായം വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും തിരിയുന്നില്ല. ചുമ്മാ വെറുതെ ഇത് മണ്ടത്തരം എഴുതിയിരിക്കുന്നത് ആകപ്പാടെ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ആകപ്പാടെ ഞാനിത് പുസ്തകം മാറ്റി വെച്ചു. ഇത് വായിക്കുന്നില്ല, ഇത് വെറുതെ തല പുകയാവുന്നുള്ളതേ ഉള്ളൂ എന്ന് കരുതി. അത് കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അമേരിക്കയിൽ ഇതുണ്ട്, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷന് എന്നും പറഞ്ഞൊരിടപാടുണ്ട്. എല്ലാവരും ഇത് പറയുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, ഏതായാലും ഞാൻ ഈ പുസ്തകം എടുത്ത് വെച്ച് തീരുമാനിച്ചു, ഇതൊരു ന്യൂ ഇയർ റെസൊല്യൂഷന്. ഈ പുസ്തകം മുഴുവൻ ഒന്ന് വായിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് മനസ്സിലായാലും ഇല്ലേലും വന്ന്. അത് കഴിഞ്ഞ് ഞാനൊരു 3-4 ചാപ്റ്റർ പിന്നെയും വായിച്ചിട്ട് ഒന്നും പിടികിട്ടില്ല. പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് ഡോക്ടർക്ക് പിന്നെ ഒരു അറിവില്ല, ഒന്നുമില്ല. ആ പുസ്തകം തന്നിട്ട് പോയാൽ ഇല്ല, ഇത് പുസ്തകം തന്നിട്ട് പോയി പിന്നെ എനിക്ക് യാതൊരു കോൺടാക്റ്റും ഇല്ല. എനിക്ക് പുള്ളിയുടെ ഫോൺ നമ്പർ പോലും അറിയാൻ വയ്യായിരുന്നു. ഏതായാലും കൊള്ളാം, ജാനുവരി 1-ാം തീയതി മുതൽ ഞാനിത് കുറേശ്ശെ വായിക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞ് ഒരു 5-ാമത്തെ ചാപ്റ്ററായി തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യമായി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പുസ്തകം താത്തു വെക്കാൻ ഭയങ്കര എ കോഴ്സ് ഇൻ മിറക്കിൾസ് എന്നാണ് ആ പുസ്തകം. ഒരു ഈശ്വര വിശ്വാസമില്ലാത്ത ഒരു ജൂയിഷ് സൈക്കോളജിസ്റ്റിനെ, PhD സൈക്കോളജിസ്റ്റിനെ, അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ MT വാസുദേവൻ നായരുടെ കഥ പറഞ്ഞില്ലേ, അവർക്ക് വലിയ കമ്പൽഷൻ ഇത് എഴുതാതിരിക്കാൻ പറ്റില്ല. ഇവരുടെ ചെവിക്കകത്ത് ഇങ്ങനെ ഏതാണ്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുക, ഒരു ഡിക്റ്റേഷൻ പോലെ. ഞാൻ എഴുതത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവർക്ക് ഭയങ്കര തലവേദനയാണ്. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്തു. അവരൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കത് എഴുതാതിരിക്കാൻ ഒക്കാതെ വന്നു. എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്ക് തലവേദന പോവുകയും ചെയ്യും. ഒരു ഫോൺ കോളോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് സംസാരിക്കുമ്പോഴത്തേക്ക്
ഇത് ഇൻ്ററപ്റ്റഡ് ആകുമല്ലോ. പക്ഷേ ആ ഫോൺ കോൾ നിർത്തി കഴിയുമ്പോഴത്തേക്ക് തുടങ്ങിയ ആ വള്ളി പുള്ളി വിസർഗമില്ലാതെ കണ്ട് തുടങ്ങിയിടത്ത് തന്നെ വീണ്ടും ഡിക്റ്റേഷൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഇതിനകത്തൊന്നും വിശ്വാസമില്ലായിരുന്നു, ഈ പറയുന്നതിനകത്തൊന്നും. ഇപ്പോൾ ഇവർ ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്നോട് ഇത്ര കമാൻഡ് ചെയ്യാനായിട്ട് എഴുതണമെന്ന്. ഉടനെ ഞാൻ അത് പറഞ്ഞു, ഐ ആം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു. എനിക്ക് തന്നെ ഒരു വിശ്വാസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ വിശ്വാസമൊന്നും ആവശ്യമില്ല, ഞാൻ പറയുന്നതെങ്കിൽ ചെയ്തേച്ചാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർ ഒരു വലിയ തൻ്റെടി സ്ത്രീയായിരുന്നു. ഇവരും ഇവരുടെ ചീഫ് ഒരു തെറ്റ്ഫോർഡ് എന്ന് പറയുന്ന അതും പുള്ളി ഒരു ജൂയിഷ് നിരീശ്വരനാണ്. PhD സൈക്കോളജിസ്റ്റ്. ഇവരായിരുന്നു കൊളംബിയ പ്രസ്ബിറ്റേറിയൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ഒരു വലിയ ഫേമസ് ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫായിരുന്നു. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര പിണക്കമായിരുന്നു. പക്ഷേ ഇവർക്ക് എന്നാലും ഇങ്ങേരുടെ പ്രൊഫഷണൽ കാലിബറിനെ കുറിച്ച് ഇവർക്ക് വലിയ ബഹുമാനമായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് വട്ടായി പോവുകയാണോ, ഈ കേൾക്കുന്നതും വല്ല അർത്ഥമുണ്ടോ എന്നറിയാനായിട്ട് ഇങ്ങേരുടെ അടുത്ത് പോയി ഒരു പ്രൊഫഷണൽ ഒപ്പീനിയൻ ചോദിച്ചു. അപ്പോൾ അങ്ങേര് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേൾക്കുന്നത് എഴുതിക്കൊണ്ട് പോകാം, ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവർ ഈ ഷോർട്ട് ഹാൻഡിൽ എഴുതിക്കൊണ്ടിരുന്ന് ഇദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് കൊടുത്ത് ഇങ്ങേര് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങേർക്ക് തോന്നി ദിസ് ഈസ് വണ്ടർഫുൾ, ഭയങ്കര ഇതായിട്ട്. അപ്പോൾ അവരെ എൻകറേജ് ചെയ്തു. അങ്ങനെ ഇവർ എൻകറേജ് ചെയ്ത് 7 വർഷം എടുത്ത് ഈ പുസ്തകം ഇതൊക്കെ. ഏതായാലും ആ പുസ്തകം ഞാൻ വായിച്ച് കഴിഞ്ഞപ്പോഴേ ഒരു 3-4 മാസം കൊണ്ടാണ് ഞാൻ ആ പുസ്തകം വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഹാഡ് ഓൾ ദി ആൻസേഴ്സ്. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടി. വലിയൊരു സംഭവം. അത് കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞേച്ച് അദ്ദേഹം വന്നു. ഞങ്ങൾ പല സന്ദർഭങ്ങളിലും വീട്ടിലിരുന്ന് പുള്ളിയും പുള്ളിയുടെ ഭാര്യയും കൂടെ വന്ന് ഞങ്ങൾ ബുക്കിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു സ്റ്റഡി ക്ലാസ് പോലെ അവിടെയുള്ളവർക്ക് ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൊടുക്കണമെന്ന് കരുതി താല്പര്യമുള്ളവരെ കുറിച്ച് ഞങ്ങളൊരു സെമിനാർ പോലെ എല്ലാ ആഴ്ചയിലും നടത്തുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സെമിനാർ കൂടാൻ പോയി ഒന്നിച്ച്. അങ്ങനെ ഇരുന്നപ്പോഴേ ഒരു പ്രാവശ്യം എൻ്റെ കൊച്ചുമകനെയും കൊണ്ട് ഞാൻ സർക്കസിന് പോയി. 3-4 വയസ്സേ ഉള്ളൂ അവന്. സർക്കസിന് ഇരുന്നപ്പോഴത്തേക്ക് ഒരാനയെ ഒരുത്തൻ ചാട്ട വീശുമ്പോഴത്തേക്ക് ഒരാന ഒരു മുറിക്കകത്തുനിന്ന് വരുന്നു. അതൊരു ചെറിയ സ്റ്റൂളിൽ കയറി വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ചാട്ട വീശുമ്പോഴത്തേക്ക് ഉടനെ ഇറങ്ങിപ്പോകുന്നു. ഏതാണ്ട് സ്വീറ്റ്സോ ഏതാണ്ട് അതിൻ്റെ വായിക്കകത്ത് ഇട്ട് കൊടുക്കുന്നു. അത് സന്തോഷമായിട്ട് അങ്ങ് പോകുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി, ഈ ആനയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഈ നാണക്കേട് ഈ വൃത്തികേട് കാണിക്കുമായിരുന്നോ എന്നുള്ള പെട്ടെന്നൊരു തോന്നലേ. അതാണ് സത്യം. ഞാൻ പറഞ്ഞില്ലേ, ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ പോലെ. അപ്പം അതാണ് സത്യം. ആനയാണെന്നുള്ളത് അതിനറിയാൻ വയ്യ എന്നുള്ളതാണ് പ്രശ്നം. ആനയാണെന്നുള്ളത് അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റത്തട്ട് തട്ടിയാൽ ഇറങ്ങിപ്പോകാനുള്ളതേ ഉള്ളൂ. അപ്പം സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രനാക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാൻ ഈ പുസ്തകം വായിച്ചതിൻ്റെ ബേസിസിൽ മെഡിറ്റേറ്റ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയ ഇൻസൈറ്റ്സാണ് ഈ ഫിഗ് ലീഫ് കോൺസ്പിറസിയിൽ എഴുതി തുടങ്ങിയത്. അങ്ങനെ അതാണ് ആദ്യത്തെ ബുക്ക്. അത് അവിടെ പബ്ലിഷ് ചെയ്യാനായിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് വായിച്ചവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അച്ഛന്മാർക്കൊന്നും വലിയ കാര്യമായിട്ട് താല്പര്യപ്പെട്ടില്ല. ബാക്കി ഒരുമാതിരിപ്പെട്ട ഈ വാസ്തവത്തിൽ പ്രോട്ടസ്റ്റൻസ് ക്രിസ്ത്യൻസിനായിരുന്നു കത്തോലിക്കരേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ പ്രായമായ കുറച്ച് സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ള മെസ്സേജാണ് ആ പുസ്തകം. മെസ്സേജായിരുന്നു. അതേക്കുറിച്ച് ഞങ്ങൾ ഡിസ്കഷൻസ് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ നടത്തുമായിരുന്നു. അങ്ങനെ ഒരു 3 ഗ്രൂപ്പ് ഞാൻ റിട്ടയർ ചെയ്യുന്നവരത്തേക്ക് ഒരു 25 പേര് ഒരു 2 വർഷത്തേക്കാണ് ഒരു ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് അങ്ങനെ 6 വർഷം ഒരു 75 പേര് ഇതിനകത്ത് സംബന്ധിക്കുകയും അവരൊക്കെ വളരെ സംതൃപ്തരായിരുന്നു. നല്ല ആദ്യത്തെ എഴുത്തനുഭവമാണ് പുസ്തകം എഴുതുന്നത് ഇതിൻ്റെ വെളിച്ചത്തിലാണ്. ഡോക്ടറിൻ്റെ എഴുത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. എങ്ങനെയാണ് അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തപ്പെട്ടത് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. സത്യം അറിയാനുള്ള ആ ഒരു ആഗ്രഹം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ആ ഒരു വീക്ഷണം, ഇത് തന്നെയാണ് ഡോക്ടറെ ആദ്യം തന്നെ എഴുത്തിലേക്ക് നയിച്ചത്. നമുക്കറിയാം, പിന്നീടുള്ള പുസ്തകങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ഒരു അനുരണനം നമ്മൾ കാണുന്നുണ്ട്. ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഡോക്ടറുടെ എഴുത്തിൻ്റെ പുതിയ അനുഭവങ്ങളിലേക്ക് സഞ്ചരിക്കാം. അങ്ങനെ നമുക്ക് എഴുത്തുകാരനായ ഡോക്ടർ പടനിലത്തെ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ അറിയാം.